ഗൈസ്, നമുക്കൊന്നൊരു സിമ്പിൾ ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? ഈ ഒരു കേക്ക് ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കണവർക്ക് നല്ല എളുപ്പമാവും. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പിൽ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കി കൊളായതിനു ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യും. ആ കേക്ക് കട്ട് ചെയ്യേണ്ട കത്തിയില്ലേ, അതുകൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതാണ്. സംഭവം എന്തായാലും കേക്ക് കിടും. അതിനാവശ്യമുള്ളത് 5 മുട്ട, ചെറുതാണെങ്കിൽ 6 എടുക്കാം, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് മൈദ, 1 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഉപ്പും ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും. അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ്. ഈ ഒരു ഗ്ലാസിന്റെ അളവാണ് പഞ്ചസാര, കൊക്കോ പൗഡർ, മൈദപ്പൊടി, ഓയിലൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എല്ലാ വീട്ടിലും ഈ ഒരു അളവുള്ള ഗ്ലാസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊക്കോ പൗഡർ, മൈദ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്ന് അരച്ചൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടോ. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഫസ്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലേ ഇങ്ങനെയുള്ള കളികളൊക്കെ പ്രത്യേക രസം തന്നെ ഗൈസ്. നമ്മളെ കൊണ്ടൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അഥവാ കേക്ക് ഉണ്ടാക്കി ശരിയായി കഴിഞ്ഞാൽ നമ്മളെ തന്നെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാലോ. എന്റെ അവസ്ഥ എന്തായാലും അങ്ങനെ. അപ്പൊ കാര്യങ്ങളിലേക്ക് കടക്കാം. മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസ് ഒക്കെ ഒഴിച്ചൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കും. ബീറ്റർ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് സെറ്റ് ആക്കിയതാണ്. അതേപോലെ കേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ എവിടൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുക. അപ്പൊ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് ക്രീമി ലെവൽ ആവുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്യാം. പിന്നെ കുറേശ്ശെ പൊടികളൊക്കെ ചേർത്ത് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യാം. സ്പീഡാക്കരുതേ, മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പൊടികളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തൊക്കെ പോയി എന്നൊക്കെ. ഇതൊക്കെ തുടക്കക്കാർക്ക് പറഞ്ഞതാണ്. പൊടികളൊക്കെ നന്നായി മിക്സ് ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊരു കുക്കർ എടുത്ത് അതിൽ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കണം. എന്റെ ബട്ടർ പേപ്പറിന്റെ കഥ നിങ്ങൾ ഷോർട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സെറ്റായ ബാറ്റർ കുക്കറിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റ്. കുക്കർ അടുപ്പത്ത് വെക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമ്മൾ കുക്കർ വെക്കേണ്ട കേട്ടോ. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കേക്ക് കണ്ട് സെറ്റായി വരുന്ന കാണുമ്പോണ്ടല്ലോ സാറേ, അടിപൊളിയാണ്. കേക്ക് വെന്തോ നോക്കാൻ വേണ്ടി ഇടക്ക് ഇങ്ങനെയൊക്കെ കുത്തല് നല്ലതാ. അതിൽ ഒട്ടണില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കേക്ക് വെന്തെന്നാ. കേക്ക് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സെറ്റായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടുമായി. കേക്ക് സെറ്റായി ഇങ്ങനെയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കേടാണ്ട് കൂടും. കേക്ക് സോഫ്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചിരുന്നേ. എന്തായാലും ഓൻ പറഞ്ഞു കേക്ക് സെറ്റ്. പിന്നെ കേക്കിനെ മേൽഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്ത് നമ്മളെ കേക്കിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുക. നോക്കൂ ഗൈസ്, എന്ത് സോഫ്റ്റ് ആണ് എന്റെ കേക്ക്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. നമ്മളൊന്ന് ട്രൈ ചെയ്തോക്കാം. ചിലപ്പം പാസ്സാവും, ചിലപ്പം പാസ്സാവൂല. അതേപോലെ ഞാനും ട്രൈ ചെയ്ത് ഇന്റത് പാസ്സായി. അങ്ങനെ നമ്മൾ കേക്കിനെ 4 ലെയറായി കട്ട് ചെയ്ത് എടുത്തുട്ടോ. ഇടക്കിടക്ക് നമ്മൾ ജഡ്ജിമാരെ വന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് പോകൂട്ടോ. ഇവളുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഈ കേക്കൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്ത ലെയറിലൊക്കെ നമ്മൾ പഞ്ചസാര ലൈൻ ഒഴിച്ച് സെറ്റാക്കി വെക്കണം. ഓരോ ലെയറിലും പഞ്ചസാര ലൈൻ ഒഴിക്കുക, ക്രീം ഒഴിക്കുക, അങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുക. ഈ 4 ലെയർ അതേപോലെ ഞാൻ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കേക്കിന് ഒരു ചെരിവ്. ആള് ലാലട്ടൻ ഫാനാണ്, പേടിക്കണ്ട. ഈ ഒരു കത്തി വെച്ച് എത്രത്തോളം നന്നാവും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക. കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വൃത്തി വേണം നിന്റെ ഒരു വാശിയാണ്. അങ്ങനെ എന്റെ താത്താന്റെ ബുദ്ധിയിൽ ഞാൻ കത്തി മാറ്റി ചട്ടകാക്കി. പിന്നെ കുറച്ച് ക്രീമിൽ നമ്മൾ കൊക്കോ പൗഡറും കൂടി ഇട്ടൊന്ന് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞ അവസ്ഥയാണ് ഞാൻ എന്റെ കേക്ക് ഇങ്ങനെ ആക്കി എടുത്ത്. വിചാരിച്ചതിനെക്കാട്ടി സെറ്റ് ആയിട്ടോ. നമ്മള് കേക്ക് ഒന്ന് ചെയ്തു വന്നപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. ഇതൊക്കെ കേക്ക് സെറ്റ് ആയതിന്റെ കേടാണ് കേട്ടോ. കേക്കിന് മുകളിൽ കുറച്ച് സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഡയറി മിൽക്ക് വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തുട്ടോ. ആ ഒരു ഡിസൈൻ ഇങ്ങനെ പെട്ടെന്ന് മാറിയതിന്റെ റീസൺ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? ഈ കുരുവി രാത്രി വന്ന് കേക്കൊന്നും അധികം ടേസ്റ്റ് ചെയ്ത് അതാ ഉണ്ടായത്. ഒരു ദിവസത്തിന്റെ കഷ്ടപ്പാടാണ് കുരുവി വന്നൊന്ന് ടേസ്റ്റ് നോക്കി. അങ്ങനെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആക്കി എടുത്ത് ഡിസൈനൊക്കെ ഒന്ന് ചെറിയൊരു മാറ്റൊക്കെ വരുത്തി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി ചെയ്യുകയാണെങ്കിൽ ആർക്കായാലും ഒരു കേക്ക് സെറ്റ്. കേക്കൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷം. നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ഇത്രയും ടേസ്റ്റോടെ കഴിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ, സീ യു.